ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ സ്ലിം ആണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിക്കൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ വരുന്നത് കാലിക്കറ്റ് സ്വദേശിനിയായ കമ്പനിയുടെ വെൽനെസ് അഡ്വൈസർ കൂടിയായ സമിത മാഡം ആണ്. അവരെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു സമിത മാം. താങ്ക് യു വെരി മച്ച്. എന്നെ നന്നായിട്ട് പരിചയപ്പെടുത്തി. എന്നെ പരിചയപ്പെടുക എന്നുള്ളതല്ല അല്ലെ, നമ്മുടെ പ്രോഡക്റ്റിനെ പരിചയപ്പെടുക. എന്താണ് ആ പ്രോഡക്റ്റ് എന്നും എങ്ങനെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ മറ്റൊരാൾക്ക് നമുക്കത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് ആൻഡ് പെൻ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. അതിനുശേഷം അത് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യേണ്ടതുമാണ്. അപ്പൊ അതിലേക്കായി ഞാനൊന്ന് എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഓക്കെ ആണെങ്കിൽ പറയണേ. യെസ് മാം. ഫുൾ സ്ക്രീൻ ആയല്ലോ അല്ലേ മാം? യെസ് മാം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യം എന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഫ്ലാറ്റ് ടമ്മീസ് ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇല്ലേ? ഏത് തടിമാടന്മാർക്കും മെലിയണം എന്ന് ആഗ്രഹം ഉണ്ടാവും. തീരെയും മെലിഞ്ഞു പോയ ആളുകൾക്ക് കുറച്ചൊന്ന് തടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പം നമുക്കിടയിൽ തന്നെ ചിലർ പ്രസവം കഴിഞ്ഞ് 2 കുട്ടികളായിട്ടും ശരീരം ആകെ ക്ഷീണിച്ചു പോയവരുണ്ടാവും. അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ച് മസിൽ പവറൊക്കെ കൊണ്ടുവരണം എന്നുണ്ട്. പക്ഷെ അതിനൊന്നും സാധിക്കുന്നില്ല. കുറച്ചൊക്കെ പാരമ്പര്യ ഘടകങ്ങൾ ഉണ്ടാവും. എന്നാലും നമ്മുടെ ജീവിത ശൈലിയിലൂടെ നമുക്കിത്, ചിലർ പറയും ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു മാറ്റവും വരാൻ പറ്റുന്നില്ല. ചിലർ പറയും ഞാൻ പച്ചവെള്ളം കുടിച്ചാലും ഞാൻ തടിക്കില്ല. ഇങ്ങനെ ഒരു ബഹുസ്വരത നിറഞ്ഞ ഒരു എന്താണ് പറയാ, ഒരു ക്യാരക്ടേഴ്സ് നമുക്കിടയിലുണ്ട്. പലർക്കും പല രീതിയിലുള്ള ജീവിത ശൈലികളുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ആവാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ ഈ പിക്ചർ കണ്ടൂല്ലേ, ഒരുപാട് മസിൽസ് ഒന്നും ഇല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ ആഗ്രഹിക്കാൻ എനിക്കൊരു നല്ലൊരു ആകാര ഭംഗി നിലനിർത്തണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഒരു 3 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ആദ്യമായിട്ട് തരാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളിൽ എത്ര പേര് ഈ മീൽസ്, നമ്മൾ സാധാരണയായിട്ട് നമ്മൾ മലയാളികൾ 3 മീൽ അല്ലെ, രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ്. അപ്പൊ ഇതിനിടയിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ക്രേവിങ്സ്, ഭക്ഷണത്തോടുള്ള ഒരു ആസക്തി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറിച്ചോണ്ടിരിക്കണം എന്നുള്ള തോന്നലുള്ള വ്യക്തിയാണോ നമ്മൾ? നേരെ വൈസ് വേഴ്സ, മെലിഞ്ഞ ആളുകളോടുള്ള എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ ആഗ്രഹം തോന്നാറുണ്ടോ? അതായത് അവരെ സംബന്ധിച്ച് എന്താ പ്രശ്നം? അവർക്ക് ഭക്ഷണം കാണുമ്പോഴേ ഒരു അറപ്പ് തോന്നും, വെറുപ്പ് തോന്നും, ഓക്കാനിക്കാൻ തോന്നും അല്ലെ, ഒന്നും വേണ്ടാന്ന് തോന്നും. അമിതാസക്തിയുള്ള ആളുകൾക്കോ 24 മണിക്കൂറും കഴിച്ചുകൊണ്ടിരിക്കാനും ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നും. അപ്പൊ ഇതിന് നമ്മൾ ഇതുമായിട്ട് താരതമ്യം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. നമുക്ക് ആ ഒരു ചിന്തയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, എന്താണ് നമുക്ക് മുമ്പിൽ ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് മുമ്പിലുള്ള ഒരു വെല്ലുവിളി യഥാർത്ഥത്തിൽ എന്താണ്? ഇപ്പൊ വെയിറ്റ് കൂടിയ ആളുകളാണെങ്കിൽ നമുക്ക് മുമ്പിലുള്ള ആൻഡ് വൈസ് വേഴ്സ, മെലിഞ്ഞ ആളുകളോടുള്ള എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടാൻ ഒന്നിനും പറ്റുന്നില്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളി? എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് സാധിക്കാത്തത്? ഇനി ഒരു മൂന്നാമത്തെ ചോദ്യം ഏതാണ്? ഒരു ഹെൽത്തി സ്നാക്ക് നിങ്ങളെ ഈ 2 തടിമാടന്മാർക്ക് തടി കുറയാനും മെലിഞ്ഞ ആളുകൾക്ക് തടി കൂടാനും നിങ്ങളൊരു ഹെൽത്തി സ്നാക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ 3 ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആകാരം, അതിനനുസരിച്ച് ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സ്ലൈഡ് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് ഈ കാര്യത്തിൽ അറിയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം അല്ലെ? സ്വാഭാവികമായിട്ടും ഓവർ വെയിറ്റ് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ എന്താ നമുക്ക് നോക്കാം. ഡയബറ്റീസ് എന്താണ്? അവർക്ക് പിന്നെ ശരീരത്തിലെ ഇൻസുലിൻ ലെവല്, പിന്നെ ഇൻസുലിന്റെ പ്രവർത്തനം കുറയും ചെയ്യും. ആൻഡ് ഓക്കെ, അവരുടെ ശരീരത്തിലെ ഇൻസുലിന്റെ പിന്നെ പ്രവർത്തനം കുറയുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുകയും ചെയ്യും. എന്ത് കാരണം? ഈ അമിതവണ്ണം കാരണം എന്നുള്ളതാ. അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറഞ്ഞാൽ പിന്നെ രക്തക്കുഴൽ രോഗങ്ങൾ അവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹൃദയാഘാതം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത അമിതവണ്ണം കൊണ്ടുണ്ടാവാൻ കൂടുന്നു എന്നുള്ളതാണ്. പ്രതിരോധ ശേഷി കുറയുക അഥവാ
ഡിക്രീസ് ഇൻ ഇമ്മ്യൂണിറ്റി, ശരീരത്തിന്റെ രോഗങ്ങളെ ചെറുക്കാനുള്ള അവരുടെ കഴിവ് കുറഞ്ഞു പോകും ഈ അമിതവണ്ണമുള്ള ആളുകളിൽ. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ക്യാൻസർ ആണ്, ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മുട്ടുകള്, ഇടുപ്പ് തുടങ്ങിയ സന്ധികളിൽ അമിതഭാരം മൂലം വേദനയും തകരാറുകളും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ആസ്മയുടെ പ്രശ്നമാണെങ്കിൽ, പൊതുവെ ആസ്മയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പിന്നെ ഈ ഒരു അമിതവണ്ണം കാരണം ശ്വസനത്തിന് ബുദ്ധിമുട്ട്, ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അവർക്ക് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇനിയോ ഉയർന്ന കൊളസ്ട്രോൾ, ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ അല്ലെ, അതെന്താണ്, രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ഹൃദ്രോഗ സാധ്യതകൾ കൂട്ടുന്നു. ദെൻ റീനൽ ഫെയിലിയർ എന്ന് പറയും, എന്താണ്, വൃക്കകളുടെ പ്രവർത്തനങ്ങൾ ദുർബലമാവാൻ അത് കാരണമാവുന്നു. സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് നമുക്ക് ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കത്തിനിടയിൽ നമുക്ക് ശ്വാസം തടസ്സപ്പെടുന്ന അവസ്ഥ. അതായത് ഉറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറങ്ങുന്നുണ്ട്, രാവിലെ ഉറങ്ങി എണീറ്റ് ആ ഉറക്കം ശരിയാവാത്തത് കൊണ്ട് തന്നെ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പ്രശ്നം സ്ലീപ്പ് അപ്നിയ വരുന്നു. ദെൻ നമുക്ക് ഒരു സൈക്കോളജിക്കൽ ഇമോഷണൽ ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ മാനസിക വൈകാരിക പ്രശ്നങ്ങൾ, അതായത് നമുക്ക് എപ്പോഴും ഒരു ആത്മവിശ്വാസക്കുറവ്, എപ്പോഴും ഒരു സമ്മർദ്ദം, സ്ട്രെസ് ഉണ്ടാവുക, പിന്നെ നമുക്ക് എപ്പോഴും വിഷാദ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ തടിമാടന്മാരിൽ കൂടുന്നു എന്നാണ്. ഇനി ഗൗട്ട്, യൂറിക് ആസിഡിന്റെ പ്രശ്നമാണെങ്കിൽ യൂറിക് ആസിഡ് കൂടുന്നതോടെ നമുക്ക് ഈ ഒരു സന്ധി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉടലെടുക്കാനും അത് കൂടാനും അത് കാരണമാവുന്നില്ല. ഇനി ലോ ബാക്ക് പെയിൻ അല്ലെ, നമുക്ക് നമ്മുടെ നടുവേദന, ഒട്ടുമിക്ക ആളുകളുടെയും ഒരു പ്രശ്നമാണ് ഈ നടുവേദന. അപ്പൊ അമിതഭാരം നട്ടെല്ലിന് കൂടുതൽ ഭാരം വരാനും അത് സമ്മർദ്ദം സൃഷ്ടിക്കാനും അത് പിന്നെ നടുവേദന കൂടാനും അത് കാരണമാവും. പിന്നെ ഗർഭകാല സങ്കീർണതകൾ എടുത്ത് നോക്കിയാൽ അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അവസാന സമയത്ത് സിസേറിയനിലേക്ക് പോവുക, ഇതൊക്കെ അമിതവണ്ണങ്ങൾ കൊണ്ടുണ്ടാവുന്ന പിന്നീട് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. ഇനി ലിവർ ഡിസീസ്, കരൾ രോഗങ്ങൾ എടുത്തു നോക്കിയാൽ പിന്നെ ഫാറ്റി ലിവർ പോലെയുള്ള രോഗങ്ങൾ വരാനും അതിന്റെ സ്റ്റേജ് പെട്ടെന്ന് മാറാനും ഈ അമിതവണ്ണം ഒരു കാരണമാണെന്നുള്ളത്. ഇനി സ്ട്രോക്ക്, ഹൃദയത്തിലേക്കുള്ള, നമ്മുടെ മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുത്താനും അത് നമ്മുടെ അമിത വണ്ണം നമുക്ക് അതിന്റെ കാരണമാവുന്നു എന്നാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ അമിതവണ്ണത്തെ നമുക്ക് എപ്പോഴറിയാം? നമ്മുടെ കൊറോണ വൈറസ് വന്ന സമയത്തും വണ്ണമുള്ള ആളുകളിൽ ഒക്കെ തന്നെ കുറച്ചുകൂടി പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ അറിയേണ്ട കാര്യം, ദ ലോങ്ങർ യുവർ വേസ്റ്റ് ലൈൻ, നമ്മുടെ അരക്കെട്ട് നമുക്ക് നീളം കൂടും തോറും നമുക്ക് എന്താവും, നമ്മുടെ ലൈഫ് ലൈൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാരമ്പര്യമായിട്ട് വെയിറ്റ് കൂടാൻ ടെൻഡൻസി ഇല്ലാത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോഡി വെയിറ്റ് നമുക്ക് കൺട്രോളിലേക്ക് നമുക്ക് കൊണ്ടുവരണം അല്ലെ. അപ്പൊ ആ കൊണ്ടുവരുന്നതിന് ബോഡി മാസ് ഇൻഡെക്സ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ബോഡി മാസ് ഇൻഡെക്സ് നമുക്ക് അറിയാൻ പറ്റുക എന്നുള്ളൊരു കണക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. അതൊന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. എന്താണ് ബോഡി മാസ് ഇൻഡെക്സ് എന്നത്? BMI എന്നത് ശരീരഭാരവും ഉയരവും അടിസ്ഥാനമാക്കിയിട്ട് ശരീരഭാരം ആരോഗ്യകരമാണോ എന്ന് കണ്ടെത്താനുള്ള ഒരു അളവുകോലാണ്. എന്തൊക്കെ നമുക്ക് അതിന് വേണം? നമ്മുടെ ശരീരഭാരം നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ഉയരം എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിനൊരു ഫോർമുല ഉണ്ട്. അത് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഭാരം 70 കിലോ ആണെന്ന് വെക്കാം. ഓക്കെ, 70 കിലോ ആണ്. അവരുടെ ഉയരം 1 മീറ്ററും 70 സെന്റിമീറ്ററും ആണെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ 70 ഡിവൈഡഡ് ബൈ 1.70 ഇൻറ്റു 1.70. 70 ഡിവൈഡഡ് ബൈ 1.70 ഇൻറ്റു 170. അപ്പോൾ BMI എത്ര ആയിരിക്കും കിട്ടുന്നുണ്ടാവുക? 24.2 എന്ന് BMI കിട്ടും. അത് നമ്മുടെ ഭാരവും നമ്മുടെ ഹൈറ്റും ഇതുപോലെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ BMI നമുക്ക് കിട്ടും. ഈ BMI നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ അറിയേണ്ടത്, 18.5 താഴെയാണെങ്കിൽ നമ്മൾ അണ്ടർ വെയിറ്റ് ഉള്ള വ്യക്തിയാണ്. നിങ്ങൾ ആരാണ്? ഭാരം കുറവുള്ള വ്യക്തിയാണ്. ആവശ്യത്തിനുള്ള ഭാരം നിങ്ങൾക്കില്ല. 18.5നും 24.9നും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? ഭാരക്കുറവുണ്ട്. അത് പക്ഷെ എന്താണ്, പിന്നെ ഒരു സാധാരണ ഭാരം എന്ന ഒരു നോർമലിലേക്ക് നമുക്ക് പരിശ്രമിച്ചുകൊണ്ട് കൊണ്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ ഒന്നുകൂടി നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്ന് ചുരുക്കം. 25നും 29.9നും ഇടയിലാണെങ്കിൽ നമ്മൾ അമിതഭാരം, ഓവർ വെയിറ്റ് ഉള്ള ആളാണ്.
ഓവർ വെയിറ്റ്, അമിതഭാരമുള്ള ആളാണ്. പക്ഷെ അത് 30നും 34.9നും ഇടയിലാണെങ്കിൽ നമ്മൾ ഒബീസ് ആണ്, അമിതവണ്ണത്തിലേക്ക് നമ്മൾ ചാടിക്കഴിഞ്ഞു എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ പലപ്പോഴും ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ ഒരു ബോഡി വെയിറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട. കുഞ്ഞുമുലപ്പാല് കുടിക്കും തോറും ബോഡി വെയിറ്റ് കുറയുന്നുണ്ടാവും. അത് പ്രകൃതി തന്നെ. അപ്പോൾ ആ സമയത്ത് വെച്ചിട്ട് പെട്ടെന്ന് കയറിയിട്ട് ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതൊരു സ്വാഭാവിക പ്രകൃതിയുടെ സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. പതിയെ പതിയെ അത് വരുന്നില്ലെങ്കിൽ മാത്രം ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ 35ന് മുകളിലാണെങ്കിൽ എക്സ്ട്രീംലി ഒബീസ് ആണ്. അവർ നന്നായിട്ട് അവരുടെ ജീവിതശൈലി മാറ്റേണ്ടതുണ്ട്. നമ്മൾ ആ ഒരു നമ്മുടെ ഒരു ജീവിതശൈലി മാറ്റിക്കൊണ്ടുവന്ന് നമ്മുടെ വെയിറ്റിനെ നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് പലപ്പോഴും നമ്മൾ ഈ ഐസ്ലിമിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് വഴിയരികിൽ ഒരാളെ കണ്ടുമുട്ടുമ്പോഴോ അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഐസ്ലിമിനെ കുറിച്ച് അവരോട് പറയാനൊരു വ്യഗ്രത ഉണ്ടാവും അല്ലേ? അപ്പൊ പക്ഷെ പറയേണ്ടത് ഒറ്റയടിക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും പറയരുത്. അവരുമായിട്ട് നമ്മൾ പരിചയപ്പെട്ട് അവരുടെ നമ്പർ വാങ്ങിയിട്ട് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഇൻഫോം ചെയ്യാൻ നമുക്ക് പറ്റണം. കാരണം നമ്മുടെ സമൂഹത്തിൽ അത്രയും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐസ്ലിം എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ ഐസ്ലിമിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ഐസ്ലിം കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ശരീരത്തിന്റെ കൊഴുപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇതിന്റെ പ്രധാന ഗുണങ്ങളാട്ടോ പറയുന്നത്. ദെൻ ആരോഗ്യകരമായിട്ടുള്ള മെറ്റബോളിസം നമുക്ക് പിന്തുണയ്ക്കുന്നു. മെറ്റബോളിസം ഉണ്ടാവാൻ നമുക്ക് ഐസ്ലിം നമ്മളെ പിന്തുണയ്ക്കുന്നു. വിശപ്പ് നിയന്ത്രിക്കാനും അമിതമായ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണത കുറയ്ക്കാനും നമ്മൾ സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു എപ്പോഴും കുറിച്ചുകൊണ്ടിരിക്കുന്ന ടി വി കാണുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളിൽ കുറച്ച് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാനും ഈ അമിതമായൊരു ക്രേവിങ്സ് കുറയ്ക്കാനും അതുകൊണ്ട് സഹായിക്കും. പിന്നെ നമ്മുടെ ഊർജ്ജ നില നമുക്ക് നിലനിർത്താൻ, നമ്മുടെ എനർജി പലപ്പോഴും നോക്കിക്കുക, നമ്മൾ ഒരു നേരം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് പലപ്പോഴും സംഭവിക്കുന്ന എന്താ, നമുക്ക് പണിയെടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലെ? ഒരാളോട് സംസാരിക്കുമ്പോൾ തളർന്നു പോകും, മുഖമാകെ വാടിപ്പോവും, നമ്മുടെ എനർജി ലെവൽ പറ്റ കുറഞ്ഞു. പക്ഷെ ഐസ്ലിം കഴിക്കുന്നതിന്റെ ഗുണം എന്താ, എനർജി ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ആരോഗ്യകരമായ ജീവിതശൈലിയും വ്യായാമവും ഈ ചേർന്നുകൊണ്ട് നമുക്ക് ഒന്ന് ഭാരം കുറയ്ക്കാനുള്ള യാത്ര കൂടുതൽ നമുക്ക് എന്താവുന്നു, ഐസ്ലിം നമുക്ക് എളുപ്പത്തിലാക്കി തരുന്നു എന്നുള്ളത്. അപ്പോൾ ആരോഗ്യകരമായ ജീവിതശൈലിയും ഒരു വ്യായാമവും നമ്മൾ ഇതിനോടൊപ്പം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു. അപ്പൊ ആർക്കൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചാല് ഞാൻ പറയട്ടെ, വീട്ടമ്മമാര് നമ്മൾ എപ്പോഴും പറയാം എന്താ, എനിക്ക് വ്യായാമം ചെയ്യാനൊന്നും സമയമില്ല, വീട്ടിൽ തന്നെ പിടിപ്പത് പണിയുണ്ട് അല്ലെ? അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഐസ്ലിം ഫ്ലാറ്റ് അമീസ് ബാർ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. രണ്ടും ഒരു ഹെൽത്തി സ്നാക്ക് ഫൈൻഡ് ചെയ്യുന്ന ആളുകൾ, വൈകുന്നേരം ഈ പൊരിച്ചതും കരിച്ചതും ഒന്നും അല്ല, എനിക്കൊരു ഹെൽത്തി സ്നാക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഐസ്ലിം ഫ്ലാറ്റ് അമീസ് ബാർ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് സ്റ്റുഡൻസ്, അവർക്ക് പലപ്പോഴും ജിമ്മിൽ പോകാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഇടയിൽ വെയിറ്റ് കുറയ്ക്കാനാവട്ടെ അല്ലെങ്കിൽ കൂടാനാവട്ടെ, അവർക്ക് ഇത് രണ്ടിലേതെങ്കിലും ആഗ്രഹമുണ്ട്. അത് എങ്ങനെയാന്നുള്ളത് ഇതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ടാവും. അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾക്കും നമുക്ക് ഐസ്ലിം ഫ്ലാറ്റ് അമീസ് ബാർ ഉപയോഗിക്കാം. ഇനി ബിസി പ്രൊഫഷണൽസിലെ, അവർക്ക് യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരും, ഇതിനൊന്നും സമയമില്ല, ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല, അപ്പൊ അവർക്കും ഒരു ഹെൽത്തി ഒരു നേരത്തെ ഫുഡായും അതല്ലെങ്കിൽ വെയിറ്റ് മാനേജ്മെന്റ് ആയിട്ടും നമുക്ക് ഐസ്ലിമിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു 5 പോയിന്റേഴ്സ്, നമ്മുടെ പ്രധാന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ലോ കാലറിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഇതിന് ഒരു ഭാരം നിയന്ത്രിക്കാനും നമുക്ക് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഈ 5 പോയിന്റേഴ്സ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇത് നമ്മൾ ലോ കാലറി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താവുന്നില്ല, ഒരു വെയിറ്റ് കൂടുന്നതിനെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമുക്ക് കലോറി അളവ് വളരെ കുറവാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യൂത്തിനോട് സംസാരിക്കുമ്പോൾ അവർ ഓരോ ഭക്ഷണവും കഴിക്കുന്നതിന്റെ കാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാണാം. ഇന്ന് ഞാൻ 2 മുട്ട കഴിച്ചു, അതിന്റെ കാലറി ഇത്രയാണ്, ബിരിയാണി ഇത്ര സ്പൂൺ കഴിച്ചു, അതിന്റെ കാലറി ഇത്രയാണ് അല്ലെ? ഇങ്ങനെ കാലറി മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കുന്ന ഒരു ഒരു ജനറേഷൻ ഇന്ന് നമുക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതെന്താണ്, ലോ കാലറിയാണ്. അതിനാൽ തന്നെ ഒരു ശരീരത്തിലേക്ക് പോകുന്നത്, അനാവശ്യ കാലറി നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നുള്ളതാണ്. അപ്പൊ ഇടയ്ക്കുള്ള ആ ഒരു വിശപ്പിന് ആരോഗ്യകരമായ ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഇനി സിനർജിസ്റ്റിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ, ഇതിലുള്ള വിവിധ പ്രകൃതിദത്ത ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നതാണ്.
നമ്മൾ പലപ്പോഴും പലതും ഈ നമ്മുടെ ഐസ്ലിമിനകത്തുള്ള കണ്ടന്റ് എന്താണ് ഇപ്പൊ പറഞ്ഞു തരുന്നുണ്ടാവും. ഇത് ഈ വിവിധ പ്രകൃതിദത്ത ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. ഓരോ ഘടകവും മറ്റുള്ളവയുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നു. അതാണ് ഈ സിനർജിസ്റ്റിക് ആക്ടിവിറ്റീസിന്റെ ഗുണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ഒരു സിനർജിസ്റ്റിക് എന്ന് പറയുന്നതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ ഇതിന്റെ ഓരോ ഗുണങ്ങളും മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നു. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇത് ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞ് ശാസ്ത്രീയമായിട്ട് വികസിച്ച് എടുത്തിട്ടുള്ളതാണ്. അതിലൂടെ ശരീരത്തിലെ മെറ്റബോളിസവും ദഹനവും അത് മികച്ച പിന്തുണ ലഭിക്കാനും ഈ സിനർജിസ്റ്റിക് ആക്റ്റീവ്സിനെ നമുക്ക് അതുകൊണ്ട് സഹായിക്കുന്നു. അപ്പോൾ വെയിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഭാരനിയന്ത്രണം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും അതും ഒരു ഭാരനിയന്ത്രണമാണ്. വെയിറ്റ് കൂട്ടുക എന്നത് തീരെ മെലിഞ്ഞ ആളുകൾക്ക് വെയിറ്റ് കൂട്ടുക, അണ്ടർ വെയിറ്റ് ഉള്ള ആളുകൾക്ക് വെയിറ്റ് കൂട്ടുക എന്നതും ഭാരനിയന്ത്രണത്തിൽപ്പെട്ടതാണ്. ഇത് രണ്ടും നമുക്ക് ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. പിന്നെ ഫൈബർ റിച്ച് ആണ്, ഫൈബർ കൂടുതലുള്ളതിനാൽ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കൂടുതൽ നേരം ലഭിക്കും എന്നതും ഈ ഒരു ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ് ബാറിന്റെ ഗുണമാണ്. ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നു. കുടലിന്റെ ആരോഗ്യത്തിനും നമുക്ക് ഐസ്ലിം വളരെ നല്ലതാണ്. പലപ്പോഴും കുടലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വേസ്റ്റുകൾ നമ്മൾ ഈ മുഖക്കുരു വരാൻ കാലാകാലങ്ങളായിട്ട് മുഖത്ത് കുരുക്കൾ വരുന്ന ആളുകൾ പലതും ചെയ്തു നോക്കി എന്നിട്ട് മാറുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ് ബാർ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കാരണം കുടലിൽ അടിഞ്ഞിരിക്കുന്ന വേസ്റ്റ് ആണ് പലപ്പോഴും മുഖത്ത് കുരുക്കൾ ഉണ്ടാവാനും അത് ഒരു വികൃതമായ രീതിയിലേക്ക് മഞ്ഞ കുരുവായിട്ടും പിന്നെ അത് പൊട്ടാനും ഒക്കെ കാരണമാവുന്നതും ഈ വയറിനകത്ത് നമ്മുടെ വേസ്റ്റ് ആണ്. അപ്പോൾ ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ് ബാർ കഴിക്കുമ്പോൾ അത് ക്ലീൻ ആവുന്നതോടുകൂടി അതിനും ഒരു പരിഹാരം. അതുകൊണ്ടാണ് നമുക്കൊരു ഹോളിസ്റ്റിക് വെൽനസ് എന്ന് പറയുന്നത്. ഇനി നാച്ചുറൽ ബേസ്ഡ് എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്നുള്ള ചേരുവകൾ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ് ബാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആരോഗ്യകരമായ ജീവിതശൈലിയെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പ്രകൃതിദത്ത പോഷകങ്ങളുടെ ഗുണങ്ങൾ ലഭ്യമാക്കാൻ അത് നമുക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ, നമുക്ക് വെയിറ്റ് കുറയും. ചില ആളുകൾ പറയും ഞാൻ ഒരുപാട് പ്രാവശ്യം വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊക്കെയും അത് കഴിക്കുമ്പോൾ മെലിയും, പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും തടിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു സിന്തറ്റിക് ആയിട്ടുള്ളതിന്റെ പിന്നാലെ പോകുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇവിടെ നമുക്ക് ആയുർവേദ നാച്ചുറൽ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വെയിറ്റിലേക്ക്, ഇപ്പോൾ ചില ആളുകൾ നല്ല മെലിഞ്ഞിട്ടായിരിക്കും പക്ഷെ വയറ് ചാടിയതായിരിക്കും. അപ്പൊ അവർക്ക് വയറ് കുറയുന്നതിന് ഈ ഓപ്ഷൻ എടുക്കാവുന്നതാണ്. അവരുടെ ആവശ്യത്തിന് അവർക്ക് കുറഞ്ഞെന്ന് തോന്നിയാൽ അത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇത്ര കാലഘട്ടം വരെ എന്നതിനൊരു കണക്കില്ല. നമ്മൾ പ്രൊലോങ്ഡ് യൂസും നമുക്ക് എന്താണ് ഒരു പ്രശ്നമില്ല. ദീർഘകാലത്തിൽ നമ്മൾ യൂസ് ചെയ്താലും ഒരു സൈഡ് ഇഫക്റ്റും നമ്മുടെ ശരീരത്തിൽ ഇത് ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ് ബാറിന്റെ പ്രത്യേകത. ഇനി നോക്കിക്കേ, നമ്മുടെ അതിനകത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞു നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആണ് അല്ലേ. ആദ്യത്തേത് നമുക്ക് സെലീഷ്യ റെറ്റിക്കുലാറ്റ, നേരത്തെ പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആന്റി ഡയബറ്റിക് ആണ്, ഷുഗർ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നതാണ്. അപ്പോൾ ചില ആളുകൾ പാരമ്പര്യമായിട്ട് ഷുഗറുള്ള വരാൻ സാധ്യതയുള്ള വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ ഭാരം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി സാധ്യത കൂടുതലാണ്. അപ്പൊ അവിടെ നിങ്ങൾ ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ് ബാർ കഴിക്കുമ്പോൾ ഷുഗർ വരാതെ നമുക്ക് നോക്കുന്നു. പിന്നെ കോളിയസ് ഫോസ്ഫോളിയിലെ അത് വെയിറ്റ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു. സെസാമം ഇൻഡിക്കം എന്താണ് നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നു. കഴിഞ്ഞില്ല, ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ് ബാറിനകത്തെ ഇൻഗ്രീഡിയന്റ് ഒന്ന് ഫൈബർ റിച്ച് ആണ് നേരത്തെ പറഞ്ഞപ്പോൾ അതിനകത്ത് ഓട്സ് ഉണ്ട്, രാഗി ഉണ്ട്. ഇനി നാച്ചുറൽ പ്രോട്ടീൻ നമ്മൾ എടുത്ത് നോക്കിയാൽ സോയും വേ പ്രോട്ടീൻ, അതായത് മിൽക്ക് കണ്ടന്റിൽ നിന്ന് വരുന്ന വേ പ്രോട്ടീൻസും ആൻഡ് സോയിലുള്ള പ്രോട്ടീൻസും നമുക്ക് എന്താവുന്നു, നമുക്ക് കംപ്ലീറ്റ് വെജിറ്റബിൾ ആണ് കേട്ടോ. അതാണ് നമ്മൾ അറിയേണ്ടത്. വെജ് കാറ്റഗറിയിൽ പെടുന്നതാണ്, നമുക്ക് അടങ്ങിയിരിക്കുന്നു. ഇനി ഈ ഹെർബൽ എക്സ്ട്രാക്ട്സിൽ അടങ്ങിയിരിക്കുന്ന ഗുണം എന്താണ്? അശ്വഗന്ധയും കാപ്പിക്കച്ചുവിന്റെ ഈ ഒരു മെയിൻ പ്രവർത്തനം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് പ്രോട്ടീൻ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രോഗ്രാമിങ്ങിലൂടെ വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ പോകുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിനകത്തുള്ള സ്ട്രെസ് ലെവൽ കൂടും. അതായത് അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്കൊരു വിഷാദമായിട്ട് തോന്നുക, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അശ്വഗന്ധ ആവട്ടെ കാപ്പിക്കച്ചു ആവട്ടെ നമ്മുടെ ബോഡിയിലെ ഈ സ്ട്രെസ്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും ആ വെയിറ്റ് മാനേജ്മെന്റ് പ്രോസസ്സിൽ നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ബോഡീനെ നാച്ചുറൽ ആക്കി നിർത്താനും. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് സൈക്കോളജിക്കൽ അല്ലേ, നമുക്ക് ഇമോഷണലി ഉള്ളതും നമ്മുടെ മാനസികമായിട്ടുള്ള തലങ്ങളിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, അമിതഭാരം കൊണ്ടുണ്ടാവുന്ന ആ ബുദ്ധിമുട്ടിനെ പോലും ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതല്ല. അത് മാത്രമല്ല, പലപ്പോഴും വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത്
സ്കിന്നിൽ ചിലപ്പോൾ ഓരോ ചുളിവുകൾ, ചിലർ പറയാറില്ലേ നന്നായിട്ട് മെലിഞ്ഞില്ലേ, പ്രായം ഭയങ്കരമായിട്ട് തോന്നിക്കുന്നു എന്ന് പലപ്പോഴും വെയിറ്റ് കുറയുന്ന ആളുകളോട് പറയാറുണ്ട്. ഇവിടെ നമ്മുടെ ഐസ്ലിം ഫ്ലാറ്റമീസ് ബാർ കഴിക്കുമ്പോൾ നിങ്ങൾ ഈ ഇൻഗ്രീഡിയന്റിന് അറിയേണ്ടത് എന്താണെന്ന്, നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കിയിട്ട് നിർത്തുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ഐസ്ലിം കഴിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്കിൻ എന്താണോ അതിനെ ഒന്നുകൂടി ലൈറ്റനിങ് ചെയ്തുകൊണ്ട് കളർ കൂടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഐസ്ലിം എന്ന് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കുക. ഐസ്ലിം ഫ്ലാറ്റമീസ് ബാർ കഴിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതോടൊപ്പം തന്നെ ചെറിയൊരു വ്യായാമം, നമ്മുടെ വീട്ടുമുറ്റത്താണെങ്കിലും നടക്കേണ്ട അങ്ങനെ ചെയ്യുന്ന ഒരു നടത്തം പോലുള്ള ചെറിയൊരു വ്യായാമം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് കഴിക്കാവുന്നതാണോ എന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഐസ്ലിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇതിന്റെ സയൻസ് ബിഹൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബയോ ആക്റ്റീവ്സിനെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ മനസ്സിലാവും. ജപ്പാൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ്, നമ്മുടെ മദർ കമ്പനിയാണ്. ഒലീവ് ലൈസൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നമുക്ക് കയറ്റി അയക്കുന്ന അടിപൊളി കമ്പനിയാണ്. ഈ രണ്ട് കമ്പനിയും നമ്മുടെ മദർ കമ്പനിയാണ്. ഇവരുടെ സഹായത്തോടു കൂടിയാണ് അതേ സെയിം മദർ കമ്പനി നമ്മുടെ കമ്പനി ഇൻഡസ്ട്രി ഹെൽത്ത് സയൻസസ് ഈ ഒരു ഐസ്ലിം ഫ്ലാറ്റമീസ് ബാർ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഇത് കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കൊരു ബോക്സിൽ 4 ഫ്ലേവേഴ്സ് ഉണ്ടാവും. നമുക്ക് കാണാം മാംഗോ, വാനില, ഓറഞ്ച് ആൻഡ് ചോക്ലേറ്റ്. ഈ 4 ഫ്ലേവേഴ്സ് അമിതമായിട്ട് കഴിക്കരുത്. ഇപ്പൊ അമിതഭാരം ഉള്ളവരാണെങ്കിൽ വിചാരിക്കരുത് ഞാനൊരു ദിവസം 2 എണ്ണം കഴിച്ചാൽ എനിക്ക് നന്നായിട്ട് വെയിറ്റ് കുറയാൻ പറ്റൂ. അങ്ങനൊന്നും ചെയ്യരുത്. സിസ്റ്റമാറ്റിക്കലായിട്ട് മാത്രം ചെയ്യുക. കൺസ്യൂം ഐസ്ലിം ഫ്ലാറ്റമീസ് ഇൻ ദ നൈറ്റ് ബിറ്റ്വീൻ 7 PM ആൻഡ് 9 PM. അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു ഓപ്ഷണൽ ലൈറ്റ് ഡിന്നർ വേണമെങ്കിൽ മാത്രം സാലഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ദിവസേന കുടിക്കുന്ന ചായ ആയിട്ടോ നമുക്ക് 6 മണിക്ക് കഴിച്ചുകൊണ്ട് നമ്മുടെ ഡിന്നർ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ ഐസ്ലിം കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ഐസ്ലിം കഴിക്കുന്നതിനിടയ്ക്ക് വെള്ളം കുടിക്കരുത്. ഐസ്ലിം കഴിച്ച് അരമണിക്കൂറിന് ശേഷമാണ് വെള്ളം കുടിക്കേണ്ടത്. ഐസ്ലിമിന് അരമണിക്കൂർ മുമ്പേയും അരമണിക്കൂർ ശേഷവും ആ ഒരു സറൗണ്ട് 1 hour എന്ത് ചെയ്യുക, വെള്ളത്തെ നമ്മളൊന്ന് മാറ്റി നിർത്തിയിട്ട് അത് ശരിയായ പ്രവർത്തനത്തെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഐസ്ലിം ഫ്ലാറ്റമീസ് ബാർ കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ ഞാൻ സ്ഥിരമായിട്ട് പാല് കുടിക്കാറുണ്ട്, 1 ഗ്ലാസ് പാലല്ലേ, അല്ലെങ്കിൽ ഞാൻ ജ്യൂസ് കുടിക്കാറുണ്ട്, എൻ്റെ ഹസ്ബൻഡ് സ്നേഹത്തോടെ തരുന്നതല്ലേ, ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഐസ്ലിം കഴിച്ചു കഴിഞ്ഞാൽ ദെൻ ഓൺലി വാട്ടർ. പിന്നെ നമ്മൾ വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. ഐസ്ലിം കഴിക്കുന്ന വ്യക്തികൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ല റിസൾട്ട് നമുക്ക് തരുന്നുണ്ടാവും. ചെറിയൊരു ചടുലത, നമ്മുടെ ബിസി ലൈഫിനിടയിൽ നമുക്ക് ക്ഷീണമൊക്കെ അകറ്റി നമ്മുടെ മുട്ടുകാല് വേദന ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറി ഭാര നിയന്ത്രണത്തിലേക്ക് വരാൻ നമ്മെ സഹായിക്കും ഒരു അത്ഭുതകരമായ പ്രൊഡക്റ്റ് ആണ് ഐസ്ലിം ഫ്ലാറ്റമീസ് ബാർ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു വെയിറ്റ് കൂടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെയോ ഉച്ചയ്ക്കോ നിങ്ങളുടെ ഭക്ഷണത്തിന് ശേഷം, നിങ്ങൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിന് ശേഷം സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ വെറുതെ ചവച്ചരച്ചിട്ടോ നിങ്ങൾ കഴിക്കുന്ന പക്ഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന വെയിറ്റിലേക്ക് നിങ്ങൾക്ക് മാറാനും ഐസ്ലിം കൊണ്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു അടിപൊളി അമേസിങ് പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുക. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് സ്വമേധയാ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ഐസ്ലിമിന്റെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് നിങ്ങൾ എന്താണെന്ന് നോക്കി വെക്കുക, നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ വെയിറ്റ് നോക്കി വെക്കുക. എന്നിട്ട് ഓരോ മാസവും കൂടുമ്പോൾ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, അത് ഹൈറ്റ് നമുക്ക് എന്തായാലും മാറ്റാൻ കഴിയില്ല, ബാക്കി ഭാരവും ബോഡി മാസ് ഇൻഡെക്സും എത്രത്തോളം നമുക്ക് കൺട്രോളിലേക്ക് വരാൻ പറ്റുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹാപ്പി ഐസ്ലിം ഡേയ്സ്. താങ്ക് യു വെരി മച്ച്. ഓവർ ടു യു MC. താങ്ക് യു സമിത മാം, താങ്ക് യു സോ മച്ച്. വളരെ വ്യക്തമായ രീതിയിൽ ആർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് നമുക്ക് ഈ ഐസ്ലിം എന്ന പ്രൊഡക്റ്റിനെ മാം വിശദീകരിച്ചു തന്നത്. അപ്പൊ നമ്മളും അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിനും നമ്മൾ വ്യക്തമായിട്ട് ഐസ്ലിമിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കൂടുതൽ ഐസ്ലിം കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഓൾ.